ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 0 to 2 x ഇൻറ്റു റൂട്ട് ഓഫ് 2 മൈനസ് എക്സ് ഡി എക്സ്. നമുക്കിതെങ്ങനെ ചെയ്യാൻ പറ്റും? ഐ വെച്ച് തുടങ്ങിയാലോ? ഇൻ്റഗ്രൽ 0 to 2 x ഇൻറ്റു റൂട്ട് ഓഫ് 2 മൈനസ് എക്സ് ഡി എക്സ്. നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയില്ല. പറ്റും, ഒരു വഴിയുണ്ട്. 2 മൈനസ് എക്സിന് ടി എന്ന് കൊടുത്താൽ കിട്ടും. നമുക്ക് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ നോക്കിയാലോ? ഇൻ്റഗ്രൽ 0 to a ഫോമിലല്ലേ ഇത് വന്നിരിക്കുന്നത്. ഇൻ്റഗ്രൽ 0 to a വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന പഠിച്ചിട്ടുള്ളത്? റീപ്ലേസിങ് എക്സ് ബൈ എ മൈനസ് എക്സ്. ഇവിടെ എയുടെ സ്ഥാനത്ത് 2 ആണല്ലോ. റീപ്ലേസിങ് എക്സ് ബൈ 2 മൈനസ് എക്സ്. എക്സ് കാണുന്നിടത്തൊക്കെ 2 മൈനസ് എക്സ് ഇട്ട് കൊടുക്കണം. എക്സ് കാണുന്നിടത്ത് അതെ ഈ എക്സ് കാണുന്നിടത്തൊക്കെ ബ്രാക്കറ്റ് 2 മൈനസ് എക്സ് ഇട്ട് കൊടുക്കണം. ഇത് ഇൻ്റഗ്രൽ 0 to 2. ഈ എക്സ് എന്നുള്ളത് എന്താവും? 2 മൈനസ് എക്സ് ആവും. ഇൻറ്റു റൂട്ട് ഓഫ് 2 മൈനസ് എന്നുള്ളത് എഴുതി. പിന്നെ എക്സ് ആണ് വന്നിരിക്കുന്നത്, അത് 2 മൈനസ് എക്സ് ആണ്. ഡി എക്സ്. അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ 0 to 2 2 മൈനസ് എക്സ് ഇൻറ്റു റൂട്ടുണ്ട്. ഇവിടെ 2 മൈനസ് 2 ക്യാൻസൽ ആവും. ശരിയല്ലേ? 2 മൈനസ് 2 ക്യാൻസൽ ആവും. മൈനസ് ഓഫ് മൈനസ് എക്സ് എക്സ് ഇങ്ങനെ വരും. അടുത്ത സ്റ്റെപ്പിലെ ഇൻ്റഗ്രൽ 0 to 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താലോ? അതിനു മുമ്പ് റൂട്ട് എക്സിനെ നമുക്ക് എക്സ് റേസ് ടു ഹാഫ് എന്ന് എഴുതാം. റൂട്ട് എക്സിനെ എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു ഹാഫ് ഇൻറ്റു 2 മൈനസ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലെ ഇൻ്റഗ്രൽ 0 to 2 എക്സ് റേസ് ടു ഹാഫ് ഉള്ളിലോട്ട് എടുത്താലോ? 2 ഇൻറ്റു എക്സ് റേസ് ടു ഹാഫ് ആവും. മൈനസ് ഇവിടെ ഈ എക്സിനെ നമുക്ക് എക്സ് റേസ് ടു 1 എഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടുത്തെ എക്സിനെ എക്സ് റേസ് ടു 1 എഴുതാം. അപ്പോൾ എക്സ് റേസ് ടു ഹാഫ് ഇൻറ്റു എക്സ് റേസ് ടു 1 വരും. അപ്പോൾ എക്സ് റേസ് ടു എന്ത് വരും? 1/2 പ്ലസ് 1 ആവും. 1/2 പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ 3/2 ഡി എക്സ്. അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ 2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 ഇൻ്റഗ്രൽ അറിയാലോ. എക്സ് റേസ് ടു എൻ ആയിട്ട് കമ്പയർ ചെയ്തോ. എക്സ് റേസ് ടു 1/2 പ്ലസ് 1 ബൈ 1/2 പ്ലസ് 1. എഗെയിൻ ഇത് എക്സ് റേസ് ടു എൻ ഫോമിലാണ് ഇനിയും വന്നിരിക്കുന്നത്. എക്സ് റേസ് ടു 3/2. അപ്പോൾ അത് എക്സ് റേസ് ടു 3/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് 1. 0 to 2. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 2 ഇൻറ്റു എക്സ് റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3/2. പിന്നെ എക്സ് റേസ് ടു 3/2 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/2. താഴെ 3/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 5/2. 0 to 1. ഇനി അറിയാമല്ലോ ഇവിടെ റെസിപ്രോക്കൽ വരുമ്പോൾ 2 ഇൻറ്റു 2/3. സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. 2 ഇൻറ്റു 2/3 4/3 എക്സ് റേസ് ടു 3/2 മൈനസ് ഇവിടെ 1/5/2. 1/5/2 2/5 എക്സ് റേസ് ടു 5/2 0 to 2. ഇവിടെ 0 to 2 ആണേ.
നമുക്കിനി എക്സിന് 2 കൊടുക്കാമല്ലോ. എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 4/3 ഇൻറ്റു 2^3/2 മൈനസ് 2/5 ഇൻറ്റു 2^5/2 മൈനസ് 0. അതറിയാമല്ലോ, എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തു, മൈനസ് പിന്നെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം 0 ആവും. ഓക്കെ ആണല്ലോ. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. 4/3 ഇൻറ്റു 2^3/2 മൈനസ് 2/5 ഇൻറ്റു 2^5/2. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ നിർത്താം. ഇതാണ് ആൻസർ.